ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം. പിന്നെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ന്യൂ ഇയർ ആശംസകൾ. 2025 എല്ലാവർക്കും നല്ലൊരു വർഷം തന്നെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് ഞാൻ എൻ്റെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങളുടെ ന്യൂ ഇയർ ആഘോഷവും പിന്നെ ഇതാ ഗ്രില്ലി ചിക്കൻ ഉണ്ടാക്കാനാണ് കേട്ടോ ചിക്കൻ മേടിച്ചിട്ട് വന്നിട്ടുള്ളത്. അതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കണം നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ എനിക്ക് ഉസ്താദിന് ചിലവാണ് കേട്ടോ, അതിൻ്റെ കുറച്ച് തിരക്കുകൾ അങ്ങനെ കുറേ വിശേഷങ്ങളുണ്ട് കേട്ടോ. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഉച്ചയ്ക്ക് ഊണയ്ക്കൽ കഴിഞ്ഞിട്ട് റെസ്റ്റ് ഒന്നും എടുത്തില്ല കേട്ടോ. ഷെമിലും ഷാഫിയും കൂടി പോയിട്ട് ഇതാ ചിക്കനൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതാ എന്നെ സഹായിക്കാനാണ് കേട്ടോ, അവരെന്നെ കൊണ്ടുവന്ന് കഴുകി അതൊക്കെ നേരാക്കി തരുന്നുണ്ട്. അങ്ങനെ കുറച്ചൊക്കെ കഴിയുമ്പോഴേക്കും അവർക്ക് മതി കേട്ടോ. പിന്നെ എന്നെ വിളിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ വന്നിട്ട് ഇതാ മുഴുവനായിട്ട് അതിനെ കഴുകി വൃത്തിയാക്കുകയാണ് കേട്ടോ. ചിക്കൻ നന്നായി കഴുകി എടുത്തതിന് ശേഷം ഇതുപോലെ വരഞ്ഞു കൊടുക്കണം കേട്ടോ. എന്നാലാണ് നമ്മുടെ മസാല ഇതിൻ്റെ ഉള്ളിലേക്ക് പിടിച്ചൊന്ന് കാക്കണൊക്കെ വീതി. ഗൈസ് ഇവിടെ കുറേ കാക്ക വന്നിട്ടുണ്ട്, നല്ല വാവായിട്ടുണ്ട്. അങ്ങനെ ചിക്കനൊക്കെ ഞാനിതാ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു മസാല ഉണ്ടാക്കാം. അതിന് ഞാനിതാ കുറച്ച് വറ്റൽമുളകിനെ തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചാണ് കേട്ടോ. അതൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. അതിന് ഞാനിതാ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 10 മിനിറ്റ് മുന്നാണ് കേട്ടോ ഇട്ടത്. പിന്നെ ഇതാ അതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു, പിന്നെ ചെറിയ ജീരകമാണ് കേട്ടോ, ക്യുമിൻ സീഡ്സ് അതൊരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു. പിന്നെ ഇതാ നമ്മുടെ കപ്സ മസാല അത് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതാണ് കേട്ടോ, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ തന്നെയാണ്. പിന്നെ ഇതാ 2 നാരങ്ങൻ്റെ നീര് പിഴിഞ്ഞെടുത്താണ് കേട്ടോ, അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴിക്കട്ടെ. പിന്നെ ഇതാ കുറച്ച് തൈര് കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. തൈര് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇതാ കുറച്ച് അധികം മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയിലൊക്കെ ഞാൻ നന്നായി കഴുകി എടുക്കാൻ കേട്ടോ. നന്നായി അടച്ചെടുക്കും. മസാലയൊക്കെ അരച്ചെടുത്തതിന് ശേഷം കേട്ടോ അതിലേക്ക് കുരുമുളക് പൊടി ഇട്ടിട്ടില്ല എന്ന് ഓർമ്മ വന്നത്. പിന്നെ ഞാനിത് അതിലേക്ക് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അതൊക്കെ അവരതിൻ്റെ എരിവിന് ആവശ്യമുള്ള ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ആ മസാലയൊക്കെ അരച്ചു. ഇനി നമുക്ക് ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ആദ്യം ഞാനിതാ ഒരു വട്ടയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ മസാലനെ. ചിക്കൻ്റെ വെള്ളമൊക്കെ ഞാനൊരു കോട്ടൺ തുണി കൊണ്ട് നന്നായി ഒപ്പം എടുത്തതിന് ശേഷമാണ് കേട്ടോ അതിലേക്ക് മസാല തേച്ച് പിടിപ്പിക്കുന്നത്. അങ്ങനെ മസാല നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി ഞാനിത് ഫ്രീസറിലാണ് കേട്ടോ വെക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഉച്ചയ്ക്കാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത്. 2 മണി സമയമാണ്. ഇനി ഞാനിത് ഉണ്ടാക്കുന്നത് വൈകുന്നേരത്താണ്. അതുവരെ നമ്മൾ ഫ്രീസറിൽ വെക്കണം. രാത്രിയൊക്കെ വെച്ചിട്ട് രാവിലെ ഉണ്ടാക്കുന്ന വെച്ചാൽ അതിനെക്കാട്ടും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതിപ്പോൾ ഒരു വൈകുന്നേരം 6 മണിയൊക്കെയാണ് കേട്ടോ സമയം. വാങ്ങി കൊടുക്കാനായിട്ടുണ്ട്. അപ്പോഴാണ് കേട്ടോ കുട്ടികൾ ആ തീയൊക്കെ കത്തിച്ച് പിടിപ്പിക്കുന്നുണ്ട്. ചകിരിയും ചേറ്റയൊക്കെ ഇട്ടിട്ട് തീ ഉണ്ടാക്കണവർ. എല്ലാവരും കൂടെ നല്ല രസമായിരുന്നു കേട്ടോ. എന്തായാലും അങ്ങനെ മരിബിസ്കാരൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. ഇന്ന് ഉസ്താദ്മാർക്ക് ഇവിടെയാണ് കേട്ടോ ചിലവ്. 2 ഉസ്താദ്മാരാട്ടോ ഉള്ളത്. അവർക്ക് ഞാനിതാ ചിക്കൻ കറി നെയ്ച്ചോറും കച്ചമ്പറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചിക്കനൊക്കെ മസാല തേച്ച് വെച്ചതിന് ശേഷം എൻ്റെ പണി ഇതായിരുന്നു കേട്ടോ. പിന്നെ ഇതൊന്നും വീഡിയോ എടുക്കാൻ നിന്നില്ല. അങ്ങനെ ഇതാ അടുപ്പൊക്കെ എന്തായി നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങി പോവുകയാണ്. തീനെ പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളുടെ എല്ലാവർക്കും ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഷാനി എന്റെ കൂടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. കുട്ടികളെല്ലാരും
പിന്നെ കുറച്ചും കൂടി നല്ല ആവട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് അങ്ങനെ കിച്ചണിലേക്ക് വരാനുണ്ട്. പിന്നെ കുറച്ച് തണ്ണിമത്തം ഉണ്ടായിരുന്നു, അതിനൊക്കെ ഒന്ന് മുറിച്ച് കുട്ടികൾക്ക് കൊടുക്കുകയാണ്. പിന്നെ എല്ലാം ചുമപ്പാണ്ടാന്ന് വെച്ചിട്ട് ഞാൻ തട്ടത്തിനൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ കുബൂസും പൊറാട്ടയൊക്കെ മേടിക്കാൻ പോയിട്ടായിരുന്നു കേട്ടോ കുട്ടികൾ, അതൊക്കെ ഇതാ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ കനലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ചിക്കനൊക്കെ എടുത്തിട്ട് വന്നു. ചിക്കനൊക്കെ ആ മസാലയൊക്കെ ഇട്ടിട്ട് സെറ്റായി തന്നിട്ടുണ്ട്. ഇതിന് കുറച്ച് എണ്ണ വെച്ചിട്ട് പറ്റേ. ആദ്യം ഗ്രില്ലിൽ കുറച്ച് ഓയിലൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇതാ ചിക്കൻ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. നന്നായി കനലായിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഗ്രില്ലിൽ വെച്ച് ഒരു 5 മിനിറ്റിന് ശേഷം കുറച്ച് ഓയിലൊക്കെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ ചിക്കനിൽ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കണം. അങ്ങനെ അതൊക്കെ വേകുമ്പോഴേക്കും ഞാനിതാ ഉസ്താദ്മാർക്കുള്ള ഫുഡൊക്കെ ഒന്ന് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഇക്കയും കുട്ടികളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം ആക്കി അപ്പോഴേക്കും ഇതാ കറണ്ട് പോയിട്ടോ. പിന്നെ ഇതാ ഷെമിനും ഷാഫിയും കൂടി അത് കൊണ്ടുകൊടുക്കാൻ പോയി. ചിക്കൻ എന്തായി നോക്കാൻ പോയതാണ് കേട്ടോ ഞാൻ. പിന്നെ അവരതിന് തിരിച്ചു കറണ്ട് പോയി. ചിക്കൻ കുറച്ചുകൂടെ വേവാണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പോയിട്ട് വാപ്പാക്കും ഉമ്മക്കുള്ള ഫുഡൊക്കെ ഒന്ന് കൊടുത്തു കൂടെയാണ്. അവർക്ക് ചിക്കൻ ചുട്ടൊന്നും ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഞാനിതാ പത്തിരി ഉണ്ടായിരുന്നു, പൊറാട്ടയും നെയ്ച്ചോറും എല്ലാം കൂടെ ഇതാ അവലേക്ക് കൊടുത്തു വിട്ടു. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ ഇതാ വെന്തു. പിന്നെ ഇതാ അതിനെടുക്കുകയാണ് കേട്ടോ. നന്നായി കുക്കായിട്ടുണ്ട്. അങ്ങനെ 2 വട്ടമായിട്ട് നമ്മുടെ ചിക്കനൊക്കെ ഇതാ വേവിച്ചെടുത്തിട്ടുണ്ട്. അതിന് മേലെ തന്നെ കുബൂസിന് ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം അതിന് ശേഷം ഞങ്ങൾ മേലെ പോയിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിക്കുന്നത്. ചിക്കനൊക്കെ ടേസ്റ്റ് നോക്കിട്ടോ, നന്നായി വെന്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മസാലയൊക്കെ പിടിച്ചിട്ട് അങ്ങനെ ഞങ്ങളിതാ എല്ലാവരും കൂടെ കഴിക്കുകയാണ്. ഗ്രില്ലി ചിക്കനും കുബൂസും പൊറാട്ടയും 7up ഉണ്ടായിരുന്നു. പിന്നെ ഇതാ കേക്കും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ കഴിക്കുകയാണ്. എനിക്ക് ആ ചിക്കൻ വേണം ഈ ചിക്കൻ വേണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ചിക്കനൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മേലെ പോയിരുന്ന് കഴിക്കാൻ. ഇത്രയൊക്കെയാലും കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ ഞാൻ ഇനി വരാം. എല്ലാ കൂട്ടുകാർക്കും ബൈ. അസ്സലാമു അലൈക്കും.